സയ്യിദ് മദനി തങ്ങളുടെ കുടുംബം അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എങ്ങനെയാണ്? മഹാപട്ടിണിയായിരുന്നു, മഹാവിഷമമായിരുന്നു എന്ന് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. എന്നിട്ട് പട്ടിണി മാറാൻ നമ്മൾ ആൾക്കാർ പോണത് അങ്ങോട്ടാണല്ലോ, കേട്ടോളൂ. സയ്യിദ് മദനി തങ്ങളും സഹധർമ്മിണിയും സുഖദുഃഖങ്ങൾ പങ്കുവച്ച് മാതൃകാ ജീവിതം നയിച്ചു വരികയാണ്. കാലങ്ങൾ മുന്നോട്ട് പറന്നു. ആ ദാമ്പത്യ വല്ലരിയിൽ ശൂന്യങ്ങളൊന്നും വിരിഞ്ഞില്ല. എങ്കിലും പരസ്പര സ്നേഹത്തിന് കുറവോ ജീവിത നൈരാശ്യമോ ഒന്നും ഉണ്ടായില്ല. അവർ എങ്ങനെ നിരാശപ്പെടാനാണ്? എല്ലാം നിയന്ത്രിക്കുന്നതും നടത്തുന്നതും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് അടിയുറച്ച് വിശ്വസിച്ച ആ ദമ്പതിമാരിൽ നിന്ന് എങ്ങനെ അസ്വാരസ്യങ്ങൾ സംഭവിക്കാനാണ്? പട്ടിണിയുടെയും കഷ്ടപ്പാടിന്റെയും കഥകൾ മഹാനവറുകളുടെ ജീവിതത്തിൽ ഏറെ ഉണ്ടായിട്ടുണ്ട്. പട്ടിണിയുടെയും അതുപോലെ തന്നെ കഷ്ടപ്പാടിന്റെയും ചരിത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുറെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടോ കുട്ടികളൊന്നും ഉണ്ടായില്ല എന്നാ പറഞ്ഞു. നമ്മളാൾക്കാരോ കുട്ടികളുണ്ടാകാൻ പോണം അങ്ങോട്ട്, പട്ടിണി മാറാൻ പോണം അങ്ങോട്ട്, അല്ലേ? ഇനി എന്താണ് അപ്പൊ ഈ സമൂഹത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലേ? പട്ടിണി മാറാൻ ഇയാള് പട്ടിണിയോട് ഇടങ്ങാറായ മനുഷ്യൻ, എന്നിട്ട് അയാൾ പോണേ മരിച്ചതിന് ശേഷം. ആലോചിച്ച് നോക്കി, എന്തൊരു അപകടമാണ്. ഇനി അതിലേറെ രസം എന്താ ചോദിച്ചാല്, ഇയാളോട് ഇയാളുടെ ഭാര്യ ചോദിച്ചത്ര അല്ല, പിന്നെ എനിക്ക് മുമ്പ് നിങ്ങളാണ് മരിച്ചു പോണ, എന്താ ചെയ്യാ, ഞാൻ ആകെ ഇടങ്ങേറാവൂലേ? അപ്പൊ മൂപ്പര് പറഞ്ഞത്രേ, ഇജ്ജ് ബേജാറാണ്ട, എനക്കുള്ള വരുമാനം എന്റെ ഖബറിൽ കിട്ടും. ജീവിച്ചിരിക്കുമ്പോ തന്നെ എനക്കുള്ള വരുമാനം എന്റെ ഖബറിൽ കിട്ടും. കേട്ടോളി ആ ഭാഗം. നിത്യജീവിതത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന സയ്യിദ് അവറുകളുടെ പ്രിയ പ്രേയസി ഒരിക്കൽ മഹാനവറുകളുടെ സമീപത്ത് ചെന്ന് താഴ്മയോടെ ചോദിച്ചു, മഹാനവറുകളെ, അങ്ങ് രോഗശയ്യയിലാണ്. ജന്മം അല്ലാഹു തന്നു, അതുകൊണ്ട് തന്നെ മരണം അവന്റെ സഹയാത്രികനാണ്. ആര് എപ്പോൾ മരിക്കുമെന്ന് ആർക്കും തിരിച്ചറിവില്ല. സാധുവായി എനിക്ക് മുമ്പാണ് അങ്ങ് വഫാത്താകുന്നതെങ്കിൽ ഇനിയും ഞാൻ ദുരിതത്തിലേക്ക് വഴുതി വീഴും. ഇത് കേട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബീവി, ഒന്നും ഭയപ്പെടേണ്ട, നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ കബറിടത്തിൽ നിന്ന് ലഭിക്കും. ഇത് കേട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബീവി, ഒന്നും ഭയപ്പെടേണ്ട, നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ കബറിടത്തിൽ നിന്ന് ലഭിക്കും. അപ്രതീക്ഷിതമായ മറുപടി കേട്ട് ബീവി വിങ്ങിപ്പൊട്ടാക്കുക. എങ്ങനെ പൊട്ടാക്കുക? സഹോദരങ്ങളെ, ആ കബറിങ്ങന്ന് വരുമാനം ഉണ്ടാവുന്ന്, കബറിങ്ങന്ന് കിട്ടും എനിക്ക് ജീവിത ചെലവേന്ന്. അപ്പൊ വരുമാനം ഉണ്ടായ സ്വാഭാവികമായിട്ട് കബർ കച്ചവടം നടക്കൂലേ? നടക്കും. കാസിമി പറയുന്നു, കേട്ടോളൂ. ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക, ഈ കൗമ ഈ നൗമ നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. വരുമാനം ഉണ്ടായ കബർ കച്ചവടം നടക്കുമല്ലോ. സുന്നിയല്ല, പിന്നെ കച്ചവടത്തിന്റെ പാർട്ടിയാണ്. നമ്മൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലൊക്കെ ചേർക്കേണ്ട ടീമാണിത്. ആലോചിച്ചു എന്താണ് സഹോദരങ്ങളെ ഈ കബറ് വരുമാനം ഉണ്ടായ ജീവിച്ചിരിക്കുമ്പോ തന്നെ പറയാണ് സയ്യിദ് മദനി തങ്ങൾ പറഞ്ഞു, അത്രേ കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ചാട്ടോ. എന്നിട്ട് നിനക്ക് ഈ എന്റെ കബറിൽ തന്നെ വരുമാനം ഉണ്ടാവും, വരുമാനം ഉണ്ടായ സ്വാഭാവികമായിട്ട് കച്ചവടം നടക്കും. ആസിമി പറയാണ്, ഇവരൊന്നും സുന്നിയല്ല. നമ്മൾ മുമ്പേ പറഞ്ഞു, കബർ കെട്ടിപ്പൊക്കണോ സുന്നിയല്ല, കബർ കച്ചവടം ചെയ്യണോ സുന്നിയല്ല, കബറിൽ ചെന്ന് കബറാളിയോട് ഇസ്തിഗാസ ചെയ്യണോ സുന്നിയല്ല. ആസിമി ഇതൊക്കെ പറഞ്ഞുകൊണ്ടാ തോന്നുന്നുണ്ട് മൂപ്പരെ പറ്റി മൂപ്പര് തബ്ലീഗിലേക്ക് സെൻസിങ് എഴുതി. അല്ലാഹു അഅലം എന്താന്നുള്ളത് ഞാൻ അതിൽ ഇടപെടുന്നില്ല. അപ്പൊ സഹോദരങ്ങളെ, അതും കൂടെ ഒന്ന് സാന്ദർഭികം നിർത്തി മാത്രം. ഇനിയോ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് നമ്മളെ പറ്റി പറയലെന്താ? മുജാഹിദീൻക്ക് ഔലിയാക്കളില്ല, ഔലിയാക്കന്മാരുടെ സ്നേഹമില്ല. സഹോദരങ്ങളെ, ഔലിയാക്കന്മാരുടെ സ്നേഹമില്ലേ? മുജാഹിദീൻക്ക് ഉണ്ട്. സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, തർക്കമില്ല. അവരിൽ നിന്ന് കറാമത്ത് ഉണ്ടാവാം, അതിലും തർക്കമില്ല. ആരാണ് ഔലിയാക്കൾ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊന്നും പേടിക്കാനില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്കൊന്നും ദുഃഖിക്കേണ്ടി വരികയില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ ഈമാനുള്ളവരാണ്, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരാണ്.
ഇവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവരിന്ന് കറാമത്ത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, നിഷേധിക്കുന്നില്ല. പക്ഷെ പ്രശ്നം എന്താ? നമ്മൾ ഔലിയാക്കന്മാരെ എതിർക്കുന്നില്ല, കറാമത്തിനെയും എതിർക്കുന്നില്ല. പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കന്മാരെയും കള്ളക്കറാമത്തുകളെയും എതിർത്തിട്ടുണ്ട്, എതിർക്കണം. വേറൊന്നുകൂടെ എന്താ? ഒറിജിനൽ ഔലിയാക്കന്മാരോട് തന്നെ പ്രാർത്ഥിക്കാൻ പാടില്ല. അവർ ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചുപോയവരായാലും അവർ പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതും കൂടെ മുജാഹിദീങ്ങൾ പറയുന്നു. അതിലിവിടെ തകരാറ്. അങ്ങനെ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മരിച്ചുപോയ ഔലിയാക്കന്മാർ ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഔലിയാക്കന്മാരെ കറാമത്തിനെ നിഷേധിക്കലാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറിയം ബീവിന്റെ കറാമത്ത് നിഷേധിച്ചു എന്ന് പറയേണ്ടി വരില്ലേ? മറിയം ബീവിയുടെ ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാസ ചെയ്തിട്ടില്ലല്ലോ. അസ്ഹാബുൽ കഹ്ഫിന്റെ ആ ഔലിയാക്കളുടെ കറാമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചു എന്ന് പറയേണ്ടി വരില്ലേ? അസ്ഹാബുൽ കഹ്ഫിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഇസ്തിഗാസ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. ആ നിലപാട് തന്നെ മുജാഹിദീങ്ങൾക്ക്. ഇതിന്റെ പേരിൽ മുജാഹിദീങ്ങൾ പുത്തംവാദികളാവുകയാണെങ്കിൽ, ഔലിയാക്കന്മാരുടെ സ്നേഹമില്ലാത്തവരാവുകയാണെങ്കിൽ, കറാമത്ത് നിഷേധികളാവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ആവൂല നേതാവ്. ആലോചിച്ചു എന്തൊരു എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇനിയോ നമ്മളെ കല്ലൂര് മൊയ്തീൻ കുട്ടി മുസ്ലിയാർ പറയാൻ പോകണം. പഴമക്കാർക്ക് പരിചയം ഉണ്ടാവും, ഇപ്പത്തെ ചെറുപ്പക്കാർക്ക് പരിചയം ഉണ്ടാവും, പഴയ ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും. ഈ കല്ലൂര് മൊയ്തീൻ കുട്ടി മുസ്ലിയാർ പറയാൻ പോവാണ് ഒരു കറാമത്തിന്റെ കോലം. മൂപ്പര് പറയാണ്, എന്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. മൂപ്പര് പറയാണ്, എന്താ ഇപ്പൊ കറാമത്തിന്റെ കോലം? ഒരാളെ തലവേദന മാറിയ കറാമത്ത്. മൂപ്പര് പറയാ, അൽഷിഫയെ കൊണ്ടുപോയി, മൗലാനെ കൊണ്ടുപോയി, എന്നിട്ടൊന്നും മാറിയില്ല. ഷെയ്ഖ് ഒരൊറ്റ ഊത്ത് അവിടെ നിന്നു. വെമ്പാലല്ല വീട്. മൂപ്പര് പറയാണ്, കേട്ടോളി. പിന്നെ കറാമത്തുകൾ ധാരാളം കാണും. ഇപ്പൊ വലിയ കേസതാ, ഒരുത്തന്റെ തലവേദന മാറിയ കറാമത്തായി. എന്താ നിങ്ങൾ പറയുന്നത്? അൽഷിഫയെ കൊണ്ടുപോയി, മൗലാനെ കൊണ്ടുപോയി, എന്നിട്ടൊന്നും സുഖമില്ല. ഷെയ്ഖ് ഒരൊറ്റ ഊത്ത അവിടെ നിന്ന്. ബംബാലല്ലേ ഇത്? ഒറ്റ ഊത്തില് നിൽക്കാന്. ഈ ഒരൊറ്റ ഊത്തിലാട് നിന്ന്. അപ്പൊ അതിൽ കറാമത്തായി. അതേപോലെ തന്നെ ഓരോ മറ്റവരെ കാലിന് ചെറിയൊരു മുറി ഉണ്ടായിനി. ഷെയ്ഖ് ഇങ്ങനെ നോക്കിയിട്ട്, ഇവിടുത്തെ ഷെയ്ഖിന്റെ വർത്താനല്ലേ അവന് മൊത്തത്തിലാ പറഞ്ഞത്. അപ്പൊ ഒരൊറ്റ നോട്ടം ആ മുറി പോയ ബജ്ജ് കണ്ടില്ല. ഇങ്ങനെ ഓരോരുത്തർക്ക് തലവേദന മാറിയാല്, അല്ലെങ്കിൽ ഓന്റെ പൊരെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ശരിയാവോടാ പോയിക്കോ, അത് കയ്യിൽ വെച്ചോ പറഞ്ഞു. പിന്നെ ഉള്ളടത്തു നിന്നൊക്കെ കടം വാങ്ങി കണ്ട് ഇതുണ്ടാക്കി. അപ്പൊ ആ തന്നതുണ്ടല്ലോ വല്ലാത്ത പൈസയാണ്. കാരണം ഇതോ വാങ്ങിയതൊക്കെ. അപ്പൊ ഇതൊക്കെ കറാമത്തായി കാണുന്നത്. കറാമത്ത് വെളിവാകാനാണ് വലിയൊരു കേസുള്ള കാര്യമല്ല. ഈ കുട്ടികൾ, ചെറിയ മക്കൾ ഇങ്ങനെ കരയുമ്പോ ആ കരച്ചില് വല്ലാതെ ശല്യമാകുമ്പോ എന്ത് ചെയ്യും? അതിന്റെ കളിച്ചാൻ വേണ്ടിയിട്ടുള്ള ഈ പി കൊടുക്കല് എന്നമായുള്ള ചെറിയ പരിപാടിയാണ്. കറാമത്തല്ല, ഇസ്തിഖാമത്ത്. ആ വലിയ മഖാമ്. ഇതാണ് കറാമത്തിന്റെ കോലം. അപ്പൊ ഇയാള് കറാമത്തിനെ നിശ്ചയിച്ചതാണോ? അല്ല. ഇയാള് കറാമത്ത് എതിർത്തതാണോ? അല്ല. ഡ്യൂപ്ലിക്കേറ്റ് എതിർത്താണ്. നമ്മളെല്ലാവരും എതിർക്കണ്ടേ? എതിർക്കണം. ഇനിയോ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് വീഴാൻ പോയാല്, ഇറങ്ങുമെന്ന് വീഴാൻ പോയാല്, അല്ലെ ഇപ്പൊ ജനറേറ്റർ ഒന്ന് ഓഫ് ആയാല്, അല്ലെ എന്തെങ്കിലും ഈ മൈക്ക് സംവിധാനത്തിൽ ഇപ്പൊ ക്ലിപ്പ് കിട്ടുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാല് കണ്ടോ കുരുത്തക്കേട് ആയി. ഇന്നലെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ ക്ലിപ്പ് ലേശം ചെറിയ തകരാറായി. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇതേമാതിരി വിഷയം പറഞ്ഞുകൊടുക്കുമ്പോഴാണ് അപ്പൊ തുടങ്ങി ൂന്നും പറഞ്ഞിട്ട്. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ. പിന്നെ നല്ല പ്രദേശം ആയതുകൊണ്ട് അതൊന്നുമില്ല. ഏതായിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ നിലക്ക് പിന്നെ ഔലിയാക്കന്മാര് ഡ്യൂപ്ലിക്കേറ്റിനെ എതിർത്താല് അത് എന്തെങ്കിലും സംഭവിച്ച കുരുത്തക്കേടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ടത് ശരിയല്ല എന്ന് ആര് പറയുന്നു? കല്ലൂര്. കേട്ടോളി. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കറാമത്തും കാര്യമൊക്കെ കണ്ട ഉണ്ടായിക്കോട്ടെ, പഠിച്ചോനെ നല്ലത് തന്നെ, എനിക്ക് വേണ്ട. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, നമ്മളിപ്പോ പറയണ്ടോ, എന്തെങ്കിലും നാളെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാല് വെച്ചുത്തിട്ട് ഇന്നേരെ ശരിയായില്ല. ആ ദുനിയാവിൽ നടക്കുന്ന ആ കാല് വെച്ചുത്തലും മരിച്ചലും സോക്കടായാലും ഇനിയിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോ തന്നെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കറാമത്തായി. ഛർദിക്കണ അയാൾ പറഞ്ഞിട്ടാ. നമ്മളങ്ങനെ ഒന്നും പറഞ്ഞില്ല കേട്ടാ. ഇതാണ് സ്ഥിതി. നമ്മളതൊന്നും പറയില്ല കേട്ടോ എന്ന് പറഞ്ഞ അപ്പോ കുരുത്തക്കേടാണ് സംഘത്തിന്റെ കോലും പറഞ്ഞു. ഇനി സഹോദരങ്ങളെ, മുജാഹിദുകളെ പറ്റി വലിയൊരു വിമർശനം. ഇവര് കാഫിറാക്കുന്നു എന്നാണ്. ഇവിടെയൊക്കെ എല്ലായിടത്തുള്ള സംഗതി. മുജാഹിദുകൾ കാഫിറാക്കുന്നു, മുശ്രിക്കാക്കുന്നു. നമ്മൾ ആരും മുശ്രിക്കാക്കണില്ല. ഇന്നത് ശിർക്കാണ്. ശിർക്ക് ചെയ്താൽ ശിർക്കാണല്ലോ, അത് നമ്മൾ പറയും.
അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ല വിളിച്ചു പ്രാർത്ഥിച്ച ശിർക്കാണ്. അത് നമ്മൾ പറയും, അപ്പൊ പറയും കൊടുത്ത കഴിവെന്നല്ലേ. അങ്ങനെ പറയണേ. മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസം എന്തായിരുന്നു? അല്ലാഹു ഉണ്ടെന്ന് അവർ സമ്മതിച്ചു, അല്ലാഹുവോട് അവർ പ്രാർത്ഥിച്ചു, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒപ്പം എന്താ? ശിർക്കും കൂടെ ഉണ്ടായിരുന്നു. എന്തോ ഒരു വിശ്വാസം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അവരുടെ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹ് നിന്റെ വിളിക്കതാ ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. ലാ ശരീക ലക നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല. അല്ലാഹ് ഇല്ലാ ശരീക ഒരു ഭാഗം പങ്കുകാരല്ലാതെ. ആ പങ്കുകാരെങ്ങനെയാണ്? സ്വന്തമായി കഴിവുണ്ടോ, സ്വയം പര്യാപ്തമുണ്ടോ, സമതിയത്തുണ്ടോ, സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യില്ല. തംലികുഹു അവരെ നീയാണ് ഉടമപ്പെടുത്തുന്നത്. വമാ മലക അവരെന്തെല്ലാം ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതും അല്ലാഹ് നീയാണ് ഉടമപ്പെടുത്തിയത്. സ്വന്തമായി കഴിവില്ല പഠിച്ചോനെ, നീ കൊടുത്ത കഴിവേ ഉള്ളൂ. ശിർക്കല്ലേ? ശിർക്കാണ്. അല്ലാഹ് കൊടുത്ത കഴിവാണെന്ന് വിശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ആരാധനയാണ് എന്നതിലെ ശിർക്കാണ്. ഇത് മുജാഹിദുകൾ പറയും, അപ്പൊ കണ്ടോ മുശ്രിക്കാക്കി എന്ന് പറയും. എന്നാ ഇത് നോക്കുങ്ങള്, അൽ ഖൗലു സദീദു ഫി റദ്ദി തൗഹീദ് എന്ന പഴയകാല സുന്നി മുസ്ലിയാർ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്. കേട്ടോളൂ. അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിം ഇല്ല. അപ്പൊ നബിയോട് പ്രാർത്ഥിച്ച ശിർക്കാണ്, ഔലിയാക്കന്മാർ പ്രാർത്ഥിച്ച ശിർക്കാണ് വിശ്വസിക്കാത്ത ഒരു മുസ്ലിം ഇല്ല. പൊന്മള എഴുതിയതോ, കാന്തപുരം പറഞ്ഞതോ, കുണ്ടതോട് വാദപുരാത് പറഞ്ഞതോ അല്ലല്ല അത് പ്രാർത്ഥിക്കാം. ഇപ്പൊ ഇയാൾ ആരെ മുശ്രിക്കാക്കി? നമ്മളല്ല, നമ്മൾ ഇടപെടുന്നില്ല. ഇയാൾ ആരെ മുശ്രിക്കാക്കി? അങ്ങനെ വിശ്വസിച്ച ശിർക്കാണ് ഇയാൾ എഴുതിയത്. പൊന്മള എഴുതിയത് ഞാൻ വായിച്ചു. അല്ലാഹു അല്ലാതെ പ്രാർത്ഥിക്കാം എന്നാണ്. അപ്പൊ പൊന്മളനെ ഇയാൾ മുശ്രിക്കാക്കിയോ ഇല്ലേ? മറുകക്ഷി പറയേണ്ടതാണ്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു സംഗതി, നമ്മൾ ആരും കാഫിറാക്കുന്നില്ല. എന്നാൽ കാഫിറാക്കിയത് ആരാ? ഇത് സിറാജ് പത്രമാണ്. സിറാജ് പത്രമാണ്. ഇതിൽ 989 നവംബറിൽ ഇറങ്ങിയിട്ട് ഒരു സിറാജാണ്. ഇതിൽ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിനെ പേരെടുത്തുകൊണ്ട് തന്നെ കാഫിറും മൂർത്തത്വമാണെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മൂർത്തത്വം കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറാണ്, മുർത്തദ്ദാണ്, ഇസ്ലാമിന്റെ സുന്നര വൃത്തത്തിന് ഔട്ടാണ് എന്നാരാ എഴുതിയത്? സിറാജ് പത്രമാണ്. നമ്മളെല്ലാം പേരെടുത്ത് കാഫിറാക്കിയത്, നമ്മളെല്ലാം പേരെടുത്ത് മുർത്തദ്ദാക്കിയത് സിറാജാണ്. ഇവിടെ പ്രസംഗിച്ച കുറ്റ്യാടിയുടെ ടീമിന്റെ പത്രമാണ് KV മുഹമ്മദ് മുസ്ലിയാരെ കാഫിർ മുർത്തദ് എന്ന് പറഞ്ഞത്. അപ്പൊ പറയും രാഷ്ട്രീയകാര്യ ലേഖകനല്ലേ? ഏതാണ് പേര് പറയാൻ മടിക്കുന്ന ആ രാഷ്ട്രീയകാര്യ ലേഖകൻ എന്ന സുന്നി മുജാഹിദാവൂലല്ലോ, മുസ്ലിങ്ങളാവൂലല്ലോ, ഏതാണ് ആ സുന്നി? ധൈര്യമുണ്ടെങ്കിൽ ആ പേര്. ഇനിയോ അങ്ങനെ കാഫിറാക്കിയാൽ അതിന്റെ ഹുക്മെന്താണ്? നമ്മൾ അലവി സഖാഫി പറയാൻ പോവാണ്. കാഫിറാക്കിയാൽ അതിന്റെ ഹുക്മെന്താണ്? കേട്ടോളൂ. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ മനുഷ്യനെ കാഫിറാക്കുക എന്നത് അതീവ ഗൗരവമായി, അതീവ ഗുരുതരമായി കാണുന്ന മഹാപാപമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധ വചനം മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കി പറയുകയും അള്ളാഹു മാത്രമേ ആരാധനക്ക് അർഹനുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന മുസ്ലിമായ മനുഷ്യർ, ആ മുസ്ലിമിനെ കാഫിറാക്കുക എന്നത് വിശുദ്ധ ഇസ്ലാം മഹാപാതകമായിട്ടാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ ഖാല അർ-റജുലു ലി അഖീഹി യാ കാഫിർ ഫഖദ് ബാഅ ബിഹി അഹദുഹുമാ. ഒരു മനുഷ്യൻ അവരനെ കുറിച്ച് കാഫിർ എന്ന് വിളിച്ചാൽ, അവൻ കാഫിറായ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ, രണ്ടിൽപ്പെട്ട ഒരു വ്യക്തി, അപ്പുറത്തുള്ളയാള് കാഫിർ അല്ലെങ്കിൽ കാഫിറല്ലാത്ത മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് കാഫിർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ വ്യക്തി കാഫിറാകുമെന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? കാഫിർ അല്ലാത്ത ആളെ യാ കാഫിർ എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ ഒരാളെ കാഫിറാക്കിയാൽ ആ ആള് കാഫിർ അല്ലെങ്കിൽ വിളിച്ച ആള് കാഫിറാവുന്ന. ഇവിടെ ബന്ധമുണ്ടായത് KV മുഹമ്മദ് മുസ്ലിയാരെ സംബന്ധിച്ച് കാഫിർ എന്ന് പറഞ്ഞു ആര്? അന്നത്തെ സമസ്ത സെക്രട്ടറി. അപ്പൊ ഒന്നുകിൽ KV കാഫിർ അല്ലെങ്കിൽ ആ സെക്രട്ടറി കാഫിർ. ഇനി അതല്ലെങ്കിൽ എഴുതിയ പിന്നെ എന്താണ് ആ രാഷ്ട്രീയ കാര്യ ലേഖകൻ എന്ന് പറഞ്ഞ സുന്നി ഉണ്ടല്ലോ, അസുന്നി കാഫിർ. ഇതിൽ മൂന്നിൽ ഒരാള് കാഫിറാവൂലേ? ആരാന്നുള്ളത് ആരെങ്കിലും ഇവിടെ പേര് ഉണ്ടെങ്കിൽ പോലും പറയണം.
ജിന്നായിട്ട് വന്നാല് നമ്മളത് പറഞ്ഞല്ലോ 2 മിനിറ്റ് കൊണ്ട് ആ വിഷയം തീർത്തിട്ട് പിന്നെയും വായിക്കും. ഇനിയോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് EK അബൂബക്കർ മുസ്ലിയാരെ കാഫിറാക്കിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഉള്ളാൾ തങ്ങൾ കാഫിറാക്കിയെന്നും പറഞ്ഞിട്ട് അത് ഉള്ളാൾ തങ്ങൾ പറയാൻ പോവാണ്, നിങ്ങൾ കാണാൻ പോവാണ്. എന്താണ് ഞാൻ കാഫിറാക്കി എന്നാ പറഞ്ഞത്? ഞാൻ കാഫിറാക്കിയിട്ടില്ല, CM ആണ് പറഞ്ഞത് കഫറ. അപ്പൊ ആരാക്കിയെന്നുള്ള ഫായിൽ മാത്രമേ ഖിലാഫ് ഉള്ളൂ എന്നർത്ഥം. ബാക്കിയുള്ള ഇബ്രാഹിം ആക്കിയോ ഇല്ല ഇബ്രാഹിം കേട്ടോളി. എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി, ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത്. സുബ്ഹാനല്ലാഹ്. എന്ത് ഈക്കനെ കാഫറാക്കി, ഉസ്താദിനെ കാഫറാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല. കുഴപ്പം ഇല്ലേ? നിങ്ങളൊന്നും കേട്ടില്ലത്? എന്നിട്ടോ ഉള്ള ആൾക്കാരെന്താ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും കുരുങ്ങിയില്ല. നമ്മളെ ശിഷ്യന്മാർ തന്നെ എന്താ അങ്ങനെ എന്നൊക്കെ കത്തെഴുതി നോക്കി. ഓരൊക്കെ അവിടെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി ഈക്കെ ഞാൻ കാഫറാക്കുന്നു. ഞാൻ പറഞ്ഞതെന്നാ ഈ മടവൂരുണ്ട്, അവർ പറഞ്ഞതാ. ഞാൻ അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടാൽ ചിലപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോവില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോൾ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാതി തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ. സലാം ചൊല്ലി സലാം വിളിക്കും. സലാം വിളിക്കേണ്ട ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യമൊക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു നിന്നോളൂ. അപ്പം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിൻ്റെ മേൽ അടി ഉറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തെ ഞാൻ ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചെല്ലാവരും. പ്രസിഡന്റിനോ ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ ഇവിടെ പോയി. ഇപ്പോ CM ആണ് കഫറ എന്ന് പറഞ്ഞത്, ഞാനല്ല. ഇപ്പൊ അലവി സഖാഫി പറഞ്ഞ സ്ഥിതിക്ക് 3-ൽ-1 ഒന്നുകിൽ EK ആവണം, അല്ലെങ്കിൽ CM ആവണം, അല്ലെങ്കിൽ ഇയാളാവണം. ആരാന്നുള്ള അടുത്തവണ ആരെയും വരികയാണെങ്കിൽ ഓല് പറയും. ഇനിയോ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മുജാഹിദീങ്ങൾ പല സ്ഥലത്തും ആലോചിച്ച് നോക്കി എന്തെല്ലാം പ്രശ്നങ്ങൾ അല്ലെ. ഈ അള്ളാനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. മുജാഹിദീങ്ങളോട് മൈക്കട്ടി പറഞ്ഞ അവിടെ പ്രശ്നം ആന്ന് പലയിടത്തുണ്ടാവുക. എന്താണ് ഈ മൗലിയമാരുടെ സംസ്കാരം? ഇങ്ങനെ നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ട് എന്തായിട്ട് ഇങ്ങനെ. കാരണം മുജാഹിദീങ്ങൾ ഏതെങ്കിലും ആരെങ്കിലും പരിപാടി നടക്കുമ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞ് ചെല്ലാറില്ല. എന്താണ് ഈ വിഭാഗത്തിന്റെ സംസ്കാരം എന്ന് നമ്മളെ കാസിമി പറയുന്ന കൂടി ഇടയ്ക്ക് നിങ്ങളൊന്ന് കേൾപ്പിക്കണം. എന്താണ് ഈ ടീമിന്റെ ആ സംസ്കാരം? കാസിമിക്കുണ്ടായ അനുഭവം വെച്ചുകൊണ്ട് പറയുന്നു, ശ്രദ്ധിച്ചോളി. 1928 എന്ത് സംഭവിച്ചു, 1932 എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഒരു കാരല്ല ഞങ്ങൾ ഇളക്കിയാൽ നിങ്ങളെ വയറ് പൂർണ്ണമായി ഇളകിപ്പോകും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ മൊബൈൽ കുരുത്തം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. ദിവസം ഭീഷണിപ്പെടുത്താൻ ഞാൻ ആദ്യം 1-2 പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു. പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുക. അങ്ങനെയാക്കും അവിടെ തടി ഇവിടെ പിടിക്കും, അവിടെ ചവിട്ടും, ഇവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയെക്കെട്ടുകാർക്ക് വന്നു പോയത്, എന്താ ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി, മനുഷ്യന്മാർ നാണക്കേട്. ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂല, നാണക്കേട്, വൃത്തികേട്. ഇന്നലെ 2:10 ഞാൻ ജുമാ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഫോണ്. അപ്പം 04952 ഞാൻ ഇവിടെ വയനാടിൽ ഫോണ് എൻ്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കുകയാണ്. ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്കുക
ഞങ്ങൾ കാണിച്ചു, അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുക. ഞാൻ ഫോൺ വേഗം കട്ട് ചെയ്തിട്ട് ഷാഹുൽ അമീദിനെ വിളിച്ചു, ഷാഹുലിനെ വിളിച്ചു, ഫറോക്കിലേക്ക് വിളിച്ചു. 0492 ഇന്ന നമ്പർ ഉണ്ട്, ഉടനെ ആ നമ്പർ ആരെ നമ്പറാണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്പർ വിളിച്ച് നോക്കുമ്പോൾ പിന്നെ എവിടെ ഷാഹുലെ, ഏടെ ഫറോക്ക് കോടമ്പുഴ AP നടത്തുന്ന ബൂത്തുന്നാ. നിങ്ങൾ തൊപ്പിട്ടല്ലേ, തൊപ്പിയും താടിയൊക്കെ ഉണ്ട്. ഇവരൊക്കെ ചവിട്ടാത്ത കാലെന്തിനാ മനുഷ്യന്മാർ? എന്താ ഈ മനുഷ്യന്മാർ തലയെ കെട്ടും തൊപ്പിടുകയും ചെയ്യുന്ന താടിക്കാരി കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം. എന്തേ മനുഷ്യന്മാർ ഇവർക്കൊക്കെ പറ്റിപ്പോയത്? എന്താ അവരെ ഉദ്ദേശം? ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അതിന് വിമർശനാത്മകമായി മറുപടി അറിയാലോ. അല്ല, അത് യൂക്കലാണ്, അതിന് നിരീശ്വരവാദിയാണ്. അവന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ എതിരിടാനുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട്, ഒന്നും കൂടി വാ നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ. എവിടുന്നാ ഇവരൊക്കെ ഇറങ്ങിയത്? നിങ്ങൾ ആലോചിച്ചോ, ഈ കൗമിൽ നിന്ന് അള്ളാന്റെ ദീൻ ഉണ്ടാവും തോന്നുന്നുണ്ട്. തലേക്കെട്ട് തൊപ്പിട്ടവർക്ക് മാന്യത. എന്താ ഇവരെ വിചാരം? അല്ല, എന്താ ഇവരെ ഉദ്ദേശം? അല്ല, ഇവരെ പിടിച്ചു കെട്ടണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തിനാ അവർക്ക് വരളകണ്ട ആവശ്യം? എന്റെ റഹ്മത്തുള്ള പറയുമ്പോൾ ഇവിടെ പലരും രാവും പകലൊക്കെ എതിർക്കണ്ടല്ലോ. എന്റെ റഹ്മത്തുള്ള പറയുമ്പോൾ മാത്രം ചൂടാവേണ്ട ആവശ്യം എന്താ? അപ്പൊ അതിൽ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവരാ വരട്ട് താത്ത വാദം ഇവിടെ നടക്കൂലാണ് മനസ്സിലാവുന്നുണ്ട്. ഇതിനല്ലേ ഉലമാഉഹും ശർഉ മൻ തഹത അദീമിസ് സമാ. ഇവരെ വിടണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഇവർക്കൊക്കെ പറ്റിയത് ഇങ്ങനെ പറഞ്ഞു നടന്നൂടെ? അതിന് ഇവര് കിട്ടിയോ ചോദിക്കണേ? ആലോചിക്കണ സഹോദരങ്ങളെ, ഇയാൾക്ക് ഇപ്പൊ ആദ്യമായിട്ടുണ്ടായിരുന്നു, മുജാഹിദീക്ക് സ്ഥിരമായിട്ടുള്ളത് ഓലോടെ മൈക്ക് കിട്ടിയാല് ആ പോച്ചും അല്ലേ? അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ കോലം. കോലം മനസ്സിലാക്കാൻ വേണ്ടി മുസ്ലിയാക്കന്മാരെ പറയുമ്പോ ഒന്നുകൂടി ആധികാരികത ഉണ്ടല്ലോ, അതിനും വേണ്ടി പറഞ്ഞു. മടവൂരികളെ ക്ലിപ്പ് പോകണല്ലോ ഇവിടെ ഇട്ട്, അപ്പൊ അതിനൊന്നുകൂടി ബലുണ്ട്. അപ്പോ പിന്നെന്താണ് അടുത്തത്? മുജാഹിദീങ്ങളിൽ നിന്ന് ആളുകളെ അകറ്റാൻ വേണ്ടി മുസ്ലിയാക്കന്മാരെ പറയുന്ന ഒരു സംഗതിയാണ്, ഓലെ കണ്ടാൻ മിണ്ടാൻ പാടില്ല, സലാം പറയാൻ പാടില്ല, അങ്ങനെ ആക്കാൻ പാടില്ല, ഇങ്ങനെ ആക്കാൻ പാടില്ല, കെട്ടുബന്ധം പാടില്ല, അങ്ങനെ ബഹിഷ്കരിക്കണം. എന്നാലോ മയ്യത്ത് നിസ്കാരോ അതും പാടില്ല എന്ന് വരെ പറയും. എന്നാൽ ഫിഖ്ഹിന്റെ കിതാബിൽ മുജാഹിദീങ്ങളിൽ മുബത്തദീങ്ങളാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ മുബത്തദീന് മയ്യത്ത് നിസ്കരിക്കുന്നതിന് ഫിഖ്ഹിന്റെ കിതാബ് എതിരല്ല. ആരാ പറഞ്ഞത്? നമ്മളെ പൂക്കോട്ടൂരുകാരായ ഹസൻ സഖാഫിയും അബ്ദുൽ സമദ് സാഹിബും പറയാൻ പോകും. എങ്ങനെ മുജാഹിദീങ്ങളെ ഓല് പറഞ്ഞത് മുബത്തദീകൾക്ക് മുജാഹിദിന് നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിച്ചാൽ തെറ്റില്ല, നിസ്കരിക്കാം എന്നാണ്. നമ്മൾ പറഞ്ഞതോ മുജാഹിദീങ്ങൾ മുബത്തദീയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അതിനെന്തല്ല, ഫിഖ്ഹിന്റെ കിതാബ് എതിരല്ല. അത് അവരെന്നെ പറഞ്ഞ കേട്ടോളി. അസ്സലാമു അലൈക്കും. നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഈ പ്രസ്ഥാനക്കാരെ എതിർക്കാൻ തന്നെയാണ് നമ്മുടെ സമസ്ത രൂപീകരിച്ചത് എന്ന് പറഞ്ഞു. അവിടെ ഇത് മാത്രമേ പുഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ അപ്പോൾ വിദായി പ്രസ്ഥാനക്കാരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അതുപോലെ അവരോട് സലാം പറയാൻ പാടില്ല, സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല, അവരെ കുട്ടികളെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നെല്ലാം ഉണ്ട്. ഇതിലെല്ലാം ബഹുമാനയുടെ കണ്ണിയത്ത് ഉസ്താദെല്ലാം ഫത്വയും നൽകിയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാം നേതാവ് ബഹുമാന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ധിക്കരിച്ചുകൊണ്ട് മറുവശത്തേക്ക് പോയി. ഇപ്പൊ മറുവശത്തിൽ ഉള്ള ജലീൽ സഖാഫി എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ മുജാഹിദുകളുടെ മയ്യത്ത് നിസ്കരിക്കുന്നതിൽ തെറ്റില്ല, ഇസ്ലാമിക തെറ്റില്ല എന്ന് എഴുതിയിരിക്കുന്നു. അതിന്റെ അവതാരിക എഴുതിയ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളാണ്. അതുപോലെ അതിന് അനുമോദനം എഴുതിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഈ സ്റ്റേജിൽ തന്നെയുള്ള ബഹുമാന അബ്ദുൽ സമീദ് സാഹിബ് അവർകളാണ്. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ത് നിലപാടാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതൊരു മസാലപരമായ വിഷയമാണ്. അതിൽ ഫുഖഹാ എന്തു പറഞ്ഞു എന്നാണ് അതിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. AP വിഭാഗത്തിനെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. AP വിഭാഗത്തിൽ ഫിഖ്ഹിന്റെ കിതാബ് അർത്ഥം വെക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ ബിദ്അത്തുകാർക്ക് മയ്യത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്നോ പാടില്ല എന്നോ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം ഷാഫി മദ്ഹബിലെ ഒരു ഉദ്ധരണി അത് കൊണ്ടുവന്നാൽ ആ വിഷയം അവസാനിക്കും. അതേ സമയത്ത് സജ്റിന് വേണ്ടി സലാം നിസ്കരിക്കാൻ പാടില്ല,
പാടില്ല, അവരോട് സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ മുസ്ലിമിന്റെ പേരിലും മയ്യത്ത് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നുള്ള ഹുക്കുമ് അവിടെ മുബത്തദി എന്നോ സുന്നി എന്നോ വ്യത്യാസമല്ല. ഇപ്പൊ ഈ മഹല്ലത്തിൽ ഒരാൾ മരിച്ചു, മുബത്തദിയാകുന്ന ആളാ മരിച്ചത്, എന്നാൽ ഈ നാട്ടുകാരാകുന്ന ഒരാളും മയ്യത്ത് നിസ്കരിക്കാതിരുന്നാൽ APEK വ്യത്യാസമില്ലാതെ എല്ലാവരും കുറ്റക്കാരാകും എന്നുള്ളതാണ് ഫുഖഹായിന്റെ ഭാഷ. അങ്ങനെയാണ്. അതിൽ സമസ്തക്ക് പുതിയ തീരുമാനമൊന്നുമില്ല. പക്ഷെ സജറിന് വേണ്ടി അവരോട് പിണങ്ങി നിൽക്കാനും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സജറിന് വേണ്ടി അല്ലാത്ത സമയത്ത് പിണങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ വിഷയത്തിൽ ആത്യന്തികമായിട്ട് പറയാനുള്ളത് ബിദ്അത്തുകാർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള വാദം ഫുഖഹായിന് പോലും ഇല്ല എന്നുള്ളതാണ് ശരി. അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കരുത്. നിങ്ങളെ സംശയം ഇപ്പോ അതിന്റെ മറുപടി പറഞ്ഞു. നിങ്ങൾക്ക് 2 തെളിവ് വേണമെങ്കിൽ മറുഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ അറിയപ്പെട്ട മുജാഹിദിന് വേണ്ടി മയ്യത്ത് നമസ്കാരത്തിൽ മുന്നിലെ സൊഫിൽ തന്നെ നിന്നും 4ാമത്തെ സൊഫിൽ നിന്നും നിസ്കരിച്ച ആളുകളുടെ തെളിവ് നിങ്ങൾക്ക് തന്നാൽ ബോധ്യാവോ? 1. രണ്ടാമത്തത്, ഇത് സംബന്ധമായി ഇപ്പൊ സക്കാഫിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് കണ്ണിയത്തുസ്താന്റെ അടുത്ത് ടേപ്പ് റിക്കാർഡ് അരയിൽ വെച്ചിട്ടൊരു കൗമ പോയി. ടേപ്പ് റിക്കാർഡൊക്കെ ഓണാക്കിയിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ വിഷയാക്കാം, പറ്റുന്ന് പറഞ്ഞാലും വിഷയാക്കാം. കണ്ണിയത്തുസ്താദിന്റെ സൈലൻസ് ഉറക്കെ ചോദിച്ചു ഇവരോട്, നിങ്ങൾ പറഞ്ഞ മുജാഹിദ് മുസ്ലിമോ കാഫറോ എന്ന് ചോദിച്ചു. ടേപ്പ് റിക്കാർഡ് ഓഫാക്കി പോകുന്ന കൂട്ടത്തിലാ മൂപ്പര്. ഇനി വേണ്ടല്ലോ, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ഈ സജറിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അപ്പോ ഈ നേരത്തെ ഫത്വ കൊടുത്തിട്ടുണ്ടല്ലോ ഈ വിഷയത്തിൽ പാടില്ല എന്ന്. അപ്പൊ അവർക്ക് ഇത് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നോ? ഫത്വ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അത് ഒരു ഹുക്കുമ് പറയല്ല, ഒരു സാഹചര്യത്തിൽ അവിടുത്തെ കാര്യങ്ങൾ പറയലല്ലേ ഫത്വ. ഫുഖഹാന്റെ കിതാബ് എടുത്തിട്ട് ഇന്ന് AP കൂട്ടത്തിൽ കിതാബ് എത്തുന്ന ആൾക്കാരെ വന്നോട്ടെ, അതിൽ ഏത് കിതാബ് ഫത്ഹുൽ മുഈനായിക്കോട്ടെ, തുഫയാവട്ടെ, മഹല്ലി ആവട്ടെ, അതെടുത്ത് നോക്കുക. ഫത്വ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ സാഹചര്യത്തിൽ ഒരു പക്ഷെ 2 കുടുംബം നമ്മൾ നിക്കാഹ് നടക്കാൻ പോകുക, സമസ്ത ചിലപ്പോൾ ഇടപെട്ടിരുന്ന് വേണ്ടെന്ന് പറയേണ്ടി വരും. അത് നിക്കാഹ് ഹറാമായത് കൊണ്ടാവില്ല. ആ നാട്ടിലെ സാഹചര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വിധി എന്നല്ലാതെ അത് മസാല പറഞ്ഞതല്ല. ഹുക്കുമ് പറയുമ്പോൾ അത് സൂക്ഷ്മമായി ഫുഖഹാ പറഞ്ഞതേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഫത്വ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞ പ്രത്യേക സാഹചര്യം അനുസരിച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ സമസ്ത എന്ന് പറഞ്ഞ ആധികാരിക സംഘടന കേരളത്തിലെ ഈ സമസ്ത എന്താണ് പറയുന്നത്, ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നായിരിക്കും കേരള ജനങ്ങൾ നോക്കുക. അപ്പൊ മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആ വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അപ്പൊ ആ നിലക്കായിരിക്കും മറുപടി ഉണ്ടാവുക. അപ്പോൾ അതിനെ കുറിച്ചൊന്ന് പറയും. ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം, പെട്ടെന്ന് പറയട്ടെ. ഈ ഒരു ഫത്വ കഴിഞ്ഞിട്ടാണല്ലോ കാന്തപുരത്ത് ചേപ്പായ്പുര കുഞ്ഞഹമ്മദ് മാസ്റ്റർ എന്ന് പറയുന്ന സാക്ഷാൽ വഹാബി നിസ്കരിച്ചപ്പോ AP അബൂബക്കർ മൗലവിപ്പെട്ട് മയ്യിത്ത് നിസ്കരിച്ചത്. സാക്ഷാൽ വഹാബിക്ക് പൂനൂർ ഉണ്ണിക്കുളം പഞ്ചായത്തിലെ പൂനൂരിന് സമീപത്തുള്ള ചേപ്പാലത്ത് പോയാൽ ഇന്നും അവിടുത്തെ സുന്നി AP-കാരും പറയും, മുജാഹിദ് പറയും AP നിസ്കരിച്ചു എന്നുള്ളത്. അത് നിഷേധിക്കൂല. അപ്പൊ അദ്ദേഹത്തിന് അതൊക്കെ ആവാം എന്ന് പറയുമ്പോ മസലപരമായിട്ട് തെറ്റല്ല അദ്ദേഹത്തിന് അറിയാം. പിന്നെ എവിടെയെങ്കിലും സമസ്ത പറഞ്ഞെങ്കിൽ അത് അവിടുത്തെ സാഹചര്യം. സമസ്തയുടെ അന്നും ഇന്നുമുള്ള വാദം ഫുഖഹാ പറഞ്ഞതുപോലെ മയ്യിത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ വാദം സമസ്ത പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവന്നോളൂ, സമസ്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എങ്ങനെ സഖാഫി പറഞ്ഞ എഴുതിയത് യാതൊരു പ്രശ്നം ഇസ്ലാമിയുമായിട്ട് യാതൊരു തെറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൊട്ടേഷൻ കൊടുക്കണ്ടേ? ഇങ്ങനെയാണെങ്കിൽ അതെ, ഒരു മുജാഹിദ് മരിച്ചാൽ അദ്ദേഹത്തിന് നിസ്കരിക്കുന്നത് തെറ്റല്ല. അത് ഫുഖഹാന്റെ ഭാഷയാണ്, അത് സഖാഫിയുടെ ഭാഷയല്ല, സൈനുൽ ഉസ്താദിന്റെ ഭാഷയല്ല, അത് ഫുഖഹാന്റെ ഭാഷയാണ്. ആ ഭാഷ തെറ്റാണെങ്കിൽ ഇബ്നു ഹജർ തങ്ങൾക്ക് പഴച്ചു എന്ന് പറയേണ്ടി വരും, ബഹുമാനപ്പെട്ട മഖ്ദൂബ് തങ്ങൾക്ക് പഴച്ചു വേണ്ടി വരും. ഇങ്ങനത്തെ സ്വാലിഹ്യങ്ങൾ പഴച്ചു എന്ന് പറയല ഏപ്പിന്റെ നിങ്ങളൊക്കെ താല്പര്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ നാട്ടില് ഒരാൾ മരിച്ചു, എല്ലാ ആളുകളും ആ നാട്ടില് ഇയാൾ മരിച്ച സ്ഥാനത്ത് അയാൾ മുജാഹിദാണ്, അയാൾ അറിയപ്പെടുന്ന വിദേഹത്തുകാരനാണ്. ഒരാളും അയാളെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കാതിരുന്നാൽ ആ മഹല്ലിലെ മോമിനികളെ ഹുക്കുമെന്താ? അവർക്ക് ശിക്ഷ ഉണ്ടാവുമല്ലേ? അതിന്റെ ഹുക്കുമ് പറയും. അതായത് അങ്ങനെ ഒരു നാട്ടിൽ അങ്ങനെ മരിച്ചു. അതായതല്ല ഞാൻ ചോദ്യം സദസ്സ് ഇളകരുത്. നിങ്ങളുടെ മഹല്ലിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ, മുബത്തദിയായ മനുഷ്യൻ മരിച്ചു. മുബത്തദി മുസ്ലിമാണല്ലോ, അവൻ മരിച്ചു. അവന്റെ മയ്യത്ത് നിസ്കരിക്കാതെ മറമാടാൻ ഒരു ഹുക്കുമുണ്ടെങ്കിൽ പറ. അപ്പോ എന്തൊരു ക്ലിയർ ആണ് കാര്യം. ഇതിപ്പോ മുജാഹിദീങ്ങള് ബിദഈകളാണെന്ന് വെക്കുക എന്നുള്ള അവസ്ഥയാണ് നമ്മൾ ഈ പറഞ്ഞത്. ആണെന്ന് വെച്ചാൽ തന്നെ മയ്യത്ത് നിസ്കരിക്കണ എതിരില്ല എന്നാ ഫിഖഹിന്റെ കിതാബ് പറഞ്ഞത്. നിങ്ങൾ നോക്ക്, എന്നിട്ട് മുജാഹിദീകൾ കണ്ടാൽ മുണ്ടാൻ പാടില്ല, അങ്ങനെ ആക്കണം.
ഇനി സഹോദരങ്ങളെ, മുജാഹിദികൾ എന്താ ഇവിടെ വിദേഹത്ത് ചെയ്യണത്? മൗലിദാഘോഷം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദാഘോഷം നമ്മൾ ആഘോഷിക്കാൻ തയ്യാറാണ്. അല്ലാത്ത കാര്യം ദീനിന്റെ പേര് ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ 987 ഇത് റിസാലുണ്ട്. മൗലിദാഘോഷം പെരുന്നാളുകളെക്കാൾ വലിയ ആഘോഷമാണ് മുസ്ലിങ്ങൾക്ക് എഴുതിയത്. ആണെങ്കിൽ പെരുന്നാൾ ഞങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ, ഉണ്ട് എങ്കിൽ അത് രേഖയുണ്ട്. രേഖയുള്ളത് കൊണ്ട് പെരുന്നാൾ ഞങ്ങൾ കഴിക്കുന്നു. ഇതുപോലെ മൗലിദാഘോഷത്തിന് രേഖയുണ്ടെങ്കിൽ ഞങ്ങളും കഴിക്കാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ തന്നെ എഴുതിയത്, സുന്നി വോയിസ് തന്നെ എഴുതിയത് 3 ഉത്തമ തലമുറകളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് കൈമാറി വന്ന ആചാരം അല്ല അത് എന്നാണ്. തഴവ പാടിയില്ലേ, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗത്തിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കാൻ റസൂലുള്ളാഹിന്റെ കാലത്തില്ല, ഹിജ്റ 300 ശേഷം വന്നാണ്. പെരുന്നാളോ റസൂലുള്ളാഹിന്റെ കാലത്തെ ഉണ്ട്, അന്നേ ഉണ്ട്. ഇനി സഹോദരങ്ങളെ, ചിലപ്പോ പറയുന്നത് അപ്പുറത്തെ വരിയിൽ മലിക്കുൽ മുദഫറായ ആ രാജാവിന്റെ മലിക്കുൽ മുദഫറിന്റെ കാലത്ത് മൗലിദ് ആഘോഷിച്ചില്ലേ, അതിന്റെ പോലീശ പറഞ്ഞില്ലേ, ഈ താഴവന്നെ പറഞ്ഞില്ലേ, ഉണ്ട്. അതുകൊണ്ട് അതിലും അതിന്റെ ബാക്കിയിലില്ല, ബാക്കി പാടണം എന്ന് പറയും. ചിലപ്പോ ആ ബാക്കിയിലും എന്തില്ല, ഹിജ്റ 300 മുമ്പ് മൗലിദാഘോഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തവരാരെങ്കിലും കഴിച്ചതായിട്ടുണ്ടെന്ന് അതിലും ഇല്ല. പോകട്ടെ, പേരോട് വരെ പറയുന്ന നോക്ക് നിങ്ങൾ. മൂപ്പർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സ്വന്തം മൗലിദ് കഴിക്കണം എന്ന് പറയോ? സ്വന്തം മൗലിദ് നബി കഴിക്കണം എന്ന് പറയോ? കേട്ടോളൂ ആ ഭാഗം. മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കണ്ട, ജന്മദിനം ആഘോഷിക്കണമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു നേതാവ് പോലും എന്റെ ജന്മദിനം ആഘോഷിക്കണോ, എന്റെ ജന്മദിനം ആഘോഷിക്കണോ എന്ന് പറഞ്ഞാൽ അവൻ അയാൾ നേതാവ്, അയാളിന്റെ ഒരു പ്രത്യേക പൊങ്ങച്ചക്കാരനല്ലേ ആവുക. അതുപോലെ ഞാൻ പറഞ്ഞ നേതാവുണ്ടാവും. അപ്പൊ എന്താ പറഞ്ഞത്? എന്റെ മൗലിദ് നിങ്ങൾ കഴിക്കണം എങ്ങനെ നബി പറയോ? അത് പറഞ്ഞ പൊങ്ങച്ചക്കാരനാവൂലേ? ദീനാണെങ്കിൽ ആവൂല. ദീനാണെങ്കിൽ ആവൂല. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് സ്വലാത്ത് ചൊല്ലണോ? ചൊല്ലണ്ടേ? ഞങ്ങളെ പറ്റി പറയും സ്വലാത്ത് ഇല്ലാത്തവരാണ്. സ്വലാത്ത് ഉണ്ട്, ചൊല്ലണം, തർക്കമില്ല. മൻ സ്വല്ലാ അലയ്യ വഹിദാ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആരെങ്കിലും എന്റെ മേൽ ഒരൊറ്റവട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അവൻ അല്ലാഹു അതുകൊണ്ട് 10 തവണ അനുഗ്രഹം ചെയ്യും. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതെ ഇരുന്നവനാണ് പിശുക്കൻ. ഉറക്ക ചൊല്ലണമെന്നില്ല, നല്ല ചൊല്ലണം, സ്വലാത്തിലും. ഇതാരാ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം പേര് സ്വലാത്തല്ലേ? റസൂലുള്ള പൊങ്ങച്ചക്കാരനാ? പൊങ്ങച്ചക്കാരനായിട്ടല്ല, അത് ഇസ്ലാമാ, അത് ദീനാ. അതുകൊണ്ട് ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പറയൂല. മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം കാര്യങ്ങൾ പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പൊ മൗലിദാഘോഷം ദീനിലുണ്ടോ എങ്കിൽ പ്രവാചകൻ പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ദീനല്ല. ആ ബിദ്അത്ത് ചെയ്താൽ എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നാളെ ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ സാധ്യമല്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയോ ഇവിടെ പറഞ്ഞു ഫെസ്റ്റ്, സലഫി ഫെസ്റ്റ്. ഞാൻ അവസാനിപ്പിക്കാണ്, ആന കാണണല്ലോ നമുക്ക്. സലഫി ഫെസ്റ്റ് എന്താ? സലഫി ഫെസ്റ്റ് മുജാഹിദീങ്ങൾക്ക് അറിയാം, മുജാഹിദ് പുറത്തുപോയ ആൾക്കാർക്ക് അറിയാം, അതുപോലെ ഈ ക്ലിപ്പ് ഇടുന്നവർക്ക് അറിയാം. അത് മടവൂരി ആളുതാണ്, ഓല സ്ഥാപനത്തിൻ്റെതാണ്. നമ്മളെ സംബന്ധിച്ച് മടവൂരി ആളുതായാലും ആരുതായാലും അതിനോട് നമ്മൾ യോജിക്കുന്നില്ല, ശരിയല്ല. അപ്പൊ നമ്മളെ പേരോട് തന്നെ സമ്മതിക്കുന്ന ഭാഗമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളെ കൊണ്ടോട്ടി നടത്തിയ പ്രസംഗം തന്നെ അതിലുപരി പറയാണ് എന്ത്, പിന്നെ ഈ സലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മടവൂരികൾ അബ്ദുസ്സലാം സുല്ലമിന്റെ ടീം അവര് നടത്തിയതാണ് എന്ന് പറയുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇടയ്ക്ക് സലഫി ഫെസ്റ്റും കാണാം, പിന്നെ ആന ഫെസ്റ്റ് ഒക്കെ കാണാണ്ട്, അതുപോലെ ഇവര് തൃശ്ശൂർ നടത്തിയ ഓരോ സ്ഥാപനത്തിന്റെ ഫെസ്റ്റ് കാണാണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ചെയ്താൽ പിന്നെ ഒറ്റ മുജാഹിദിനും അഡ്രസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അബ്ദുസ്സലാം സുല്ലമിക്ക് ഒരു ബേജാറ്. എന്താ ബേജാറ്? ഈ കേസറ്റ് പേരോട് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ മൂപ്പര് തടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചതാണിത്, അല്ലാതെ അയാൾക്കും ഇല്ല വിശ്വാസം. തടിയെടുക്കാൻ വേണ്ടി പ്രസംഗിക്കാണ് അപ്പുറത്തെ ചേരിയിൽ നിന്നിട്ട്. എന്നാ ഇയാള് ജിന്നിന്റെ സേവക്ക് വേണ്ടി ഇയാളെ പാർട്ടി ചെയ്ത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വേറെ കാണിക്കുന്നുണ്ട്. ഒറ്റ മുജാഹിദും ശരിയാന്ന് വിചാരിക്കണ്ട, ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. അവര് ജിന്നിനെ സേവിച്ചുകൊണ്ടും അതുപോലെ തന്നെ താലപ്പൊലിയും എടുത്തിട്ട് മുസ്ലിം പെൺകുട്ടികളെയും മുസ്ലിങ്ങളെയും മക്കനെയും ധരിച്ചിട്ട് താലപ്പൊലിയും എടുത്തിട്ട് ദേവാലയങ്ങളിൽ വെച്ച്
ചെണ്ടമുട്ടുന്ന ചെണ്ടയും കൊണ്ട് മുട്ടിയിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഒരു പൂരമില്ലേ, നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു തോന്നിവാസം, ആ തോന്നിവാസത്തെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ മൗലൈമാര് ചെണ്ട മുട്ടിച്ച് അപ്പൊ ഇടക്കൊന്ന് പിന്നെ മറന്നുകൊണ്ടിന് പറയാം, കൊണ്ടോട്ടി നടക്കുന്ന നേർച്ച എന്നുള്ള പേരിലെ പൂരല്ലേ അത് പേരോട് ചോദിക്കട്ടെ, ഈ കൊണ്ടോട്ടി നേർച്ചയെ എതിർക്കാൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? ഇവിടെ എന്തെല്ലാം നടക്കുന്നു? നിങ്ങളിതിനെ പൂരെന്ന് പറഞ്ഞു അല്ലേ? എങ്കിൽ ആലോചിച്ചോ, നേർച്ചയിൽ അനാചാരം ഒഴിവാക്കണമെന്ന് പറയാറുണ്ട് എന്ന് അവകാശപ്പെടാൻ നിങ്ങൾ ആലോചിക്കേണ്ടത്, ആ നേർച്ചയിൽ നടക്കുന്ന ഏറ്റവും വലിയ അനാചാരം ഏതാണ്? ആ ഖബറിൽ ചെന്നുകൊണ്ട്, ആ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന മനുഷ്യന്റെ ഖബറിൽ ചെന്നുകൊണ്ടുള്ള ഇസ്തിഗാസ, അവിടെ നടത്തുന്ന പ്രാർത്ഥന, ഖബറാളിയോട് നടത്തുന്ന പ്രാർത്ഥന, ഒന്നാമത്തെ അനാചാരമാണത്. അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അതിന് പൂരമെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതിന് തോന്നിവാസം എന്ന് പറയാൻ ധൈര്യമുണ്ടോ? മുജാഹിദുകൾ ആർജവം കാണിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയ അമ്പിയ ഔലിയാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഈ കൊണ്ടോട്ടി നേർച്ചയെ എതിർക്കാനുള്ള ധാർമ്മികമായ അവകാശം മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമാണുള്ളത്. നിങ്ങൾക്കില്ല എന്നത് ഈ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഏതാണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ, സാന്ദർഭികമായി ഉണർത്തുകയാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ് സലഫി ഫെസ്റ്റ്, അതിന്റെ പേര് നേർച്ചാന്നല്ല, സലഫി ഫെസ്റ്റ് അതിന്റെ പേരാ. എന്നിട്ട് മഹാബലി ഭയങ്കര താടിയും കൊടയല്ലായിട്ട്, പിന്നെ സ്റ്റേജുമ്മല് സെലഫി ഫെസ്റ്റ് ഇതുപോലെ ബാനറും കെട്ടിയിട്ട്, ഇത് സെൽഫി ഫെസ്റ്റ് എന്നല്ലോ, ബാനർ കെട്ടിയിട്ട് മാത്രം വിധാനം, ബാനറും കെട്ടിയിട്ട് സ്റ്റേജും വന്ന് നാടകം, സ്ത്രീകൾ, പെൺകുട്ടികൾ, ഔറത്ത് മറക്കാത്ത നാടകമൊക്കെ ഈ വയസ്സം മൗലവിന്റെ പാർട്ടി ചെയ്തത് ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇവര് നല്ല കക്ഷികളാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ആരെ പാർട്ടി? ഈ വയസ്സം മൗലവിന്റെ പാർട്ടി. ആരെ? സലാം സുല്ലമിനെ. അത് ഇയാൾക്കറിയാം, ഈ ക്ലിപ്പ് ആയിട്ട് നടക്കുന്ന മൗലവിമാർക്കൊക്കെ അറിയാം. എന്നാലും നമ്മക്കെതിരെ എന്തെങ്കിലും വേണ്ടേ? നമ്മൾ പറഞ്ഞ ആരാണെങ്കിലും തെറ്റാണ്, ചെയ്തത് ശരിയല്ല. ഇനി നിങ്ങളെ ഫെസ്റ്റോ അതാണ് കാണാൻ പോകുന്നത്. തൃശൂർ ജില്ലയിലെ അകലാട് എന്ന് പറയുന്ന സ്ഥലം, അവിടെയുള്ള മാലിക്കുദ്ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ഫെസ്റ്റ് ഉണ്ട്. അതാണ് ഇനി നിങ്ങൾ കാണുന്നത്. പെട്ടെന്നൊന്ന് കാണുക, എന്താ നല്ല ഇസ്ലാമികമായ ഫെസ്റ്റ് എന്നല്ലേ നോക്കിയോളെ. സുന്നത്തുമാത്തിന്റെ ഫെസ്റ്റാണ്. ഓനം പിടിച്ചു, ഓനം പിടിച്ചു. മാലിക് ദീനാറിന്റെ പേരുണ്ടാക്കിയ സ്ഥാപന നല്ല ബെസ്റ്റാ, ഫാസ്റ്റ് ബെസ്റ്റാ. അപ്പോ പറയിപ്പിക്കണ്ട നിങ്ങൾ കേട്ടോ. ഈ ജാതി ഫെസ്റ്റുമായിട്ട് നിങ്ങൾ നടക്കുക, എന്നിട്ട് ഞങ്ങളല്ലാത്ത ആൾക്കാരിട്ട ഫെസ്റ്റ് ഞങ്ങളെ മേലെ വെച്ചിട്ട് പറയാ നടക്കൂല. ഇത് നമ്മൾ രണ്ടൂട്ടർ എതിർക്കണല്ലേ, മൊത്തത്തിൽ നമ്മൾ എല്ലാവരും എതിർക്കുക അതല്ലേ വേണ്ട? ഇങ്ങനെ ഒരു ആശയം മുജാഹിദിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാ ഞങ്ങൾ വെച്ച് കിട്ടണത്? എന്നിട്ട് ഇത് കൂട്ടിച്ചേർക്കാൻ മൗലിയന്മാര് മൗലിദാഘോഷം ഓൽക്ക് പറ്റൂല, ഇതോൽക്ക് പറ്റും, നമുക്ക് രണ്ടും പറ്റൂല. ഇത് രണ്ടും പറ്റൂല. അതാ മുജാഹിദ്, നിങ്ങൾക്കോ മൗലിദാഘോഷം പറ്റും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചോ ഇല്ല, അത് നിങ്ങൾക്ക് പറ്റും അല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ ആ കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനിയോ ആന അവസാനിപ്പിക്കാൻ പോവാണ്. ആന ആദ്യമായിട്ട് കാണുന്നത് എന്താണ്? പേരോടിന്റെ സംസാരം അടക്കമുള്ള ആനയാണ്. മൂപ്പര് പറയാണ് തൃശൂർ ജില്ലയിലാണ് മുജാഹിദീങ്ങൾ ആദ്യം വന്നത്, അവിടെയാണ് ചേറ്റുപേര് ആന ഇളകിയത്.
എന്താണ്, തൃശ്ശൂർ ജില്ലയിലാണ് ആദ്യമായിട്ട് മുജാഹിദ് വന്നത്, അവിടെയാണ് ആന ഇളകിയത്. അപ്പൊ കാരന്തൂർ എന്ത് ഏർപ്പാട് നടന്നാലൊക്കെ മർക്കസിന്റെ പേരിൽ വരവെക്കാം അല്ലേ? ഞാൻ പറഞ്ഞു ആ സാധു അങ്ങനെ പറഞ്ഞു, അപ്പ കഴിച്ചിലാണെന്ന് ആ സാധു ചിന്തയുള്ളൂ. അപ്പോ അത് പറഞ്ഞിട്ട് മൂപ്പര് ആ കൂട്ടത്തിൽ തന്നെ ആന വരേണ്ടതും കാണിക്കുന്നുണ്ട്. അത് വല്ലാതെ കാണാൻ പറ്റിയ രംഗമൊന്നുമല്ല. അതുകൊണ്ട് കുറച്ച് ഭാവം നിങ്ങൾ കണ്ടാളി ശ്രദ്ധിക്കും. ഈ അടുത്ത് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് സെലഫി കേരളത്തിലുണ്ടായ തൃശ്ശൂർ ജില്ലയിലാ. അവിടെയാണ് ഏറ്റവും വലിയ തോന്നിയാസം മക്ബറയിൽ നടക്കുന്നത്. ചേറ്റുവാൻ എന്ന സ്ഥലത്തുനിന്ന് എന്തിനായി അറിയോ, കുറെ ചെണ്ട പൊട്ട് മക്ബറയിൽ, മക്ബറിന്റെ അടുത്തുനിന്ന് നേർച്ചാന്ന് പറഞ്ഞു. പിന്നെ കുറെ ആന, ഒരാനക്ക് ഒരൊറ്റ ഹാലിളകൽ, ആനക്ക് ഹാലിളയിട്ടും കൊന്ന് മനുഷ്യന്മാരെ കൊന്ന് ആ കൊല്ലുന്ന ഒരു രൂപമുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചാല് ഹാർട്ട് അറ്റാക്കിന്റെ അസുഖമുള്ളവർക്കെല്ലാം ബേജാറായി പോകും, ചിലർക്കെല്ലാം ഓർക്കലും സ്വപ്നം കാണും. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ബേജാറുള്ളവരൊന്നും നോക്കണ്ട, പെണ്ണുങ്ങളും നോക്കണ്ട, കാരണം ബേജാറായി പോകും. അല്ലാത്തവർ മാത്രം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ആന മനുഷ്യരെ കൊല്ലുമ്പോൾ എന്ത് തോന്നിവാസം, അക്ബർ ഇങ്ങനത്തെ തോന്നിവാസം എത്ര കാലമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഈ മൗലവിമാരാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒന്ന് ചെറുങ്ങനെ വെച്ചു വിട്ടാ മനെ, ശബ്ദമൊന്നും ഇല്ലാണ്ട് ബേജാറായി പോകും. കണ്ടായി നേർച്ചയുടെ പേര് നടക്കുന്ന അനാചാരായി. മനുഷ്യനെ കൊല്ലുന്നതാണ്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എവിടെയും ഹക്ക് ഹക്കായി പറയുന്നുണ്ട്. അപ്പോ ഇങ്ങള് നോക്ക്, ഇപ്പൊ ഇത് കേട്ടാ ഇത് മുജാഹിദിന്റെ പേരല്ല, ഇങ്ങള് നോക്കണം, മുജാഹിദിന്റെ പേരല്ല. എന്നാല് പിന്നെ അലവി സക്കാഫി പറയണത് സുന്നത്തെ മാതിന്റെ സാധനമാണ്. എങ്ങനെ സുന്നത്തെ മാത്തിന്റെ മൂപ്പരോട് ചോദിക്കണം. ഒന്ന് മുട്ടിനെ പറ്റിയാണ്. മുട്ടുണ്ടല്ലോ, ഏതോ ഒരു പുസ്തകം എടുത്തിട്ട് ആ പുസ്തകത്തില് മുട്ട അനുവദനീയ, ചെണ്ട അനുവദനീയാന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ മൂപ്പര് മുട്ടിനെന്താ കുഴപ്പം, നടു കുടുങ്ങിയതാൻ പാടില്ല, അല്ലാതെ ചെണ്ട ഉപയോഗിക്കാം. ഇവിടെ മുട്ടിയതോ, അത് ഈ മൂപ്പര് പറഞ്ഞ ഫത്വ കൊടുത്ത അതേ സാധനം. പിന്നെ ചോദിക്കാം ആന പറ്റി ചോദിക്കുമ്പോ ആനക്കെന്താ കുഴപ്പം, ആന പാടില്ല എന്ന് ഖുർആനിലോ ഹദീസിലുണ്ടോ? ആനക്കെന്താ കുഴപ്പം? പിന്നെ മൂപ്പര് പറയാണ്. അപ്പൊ അടുത്ത ചോദ്യം എന്ത്, ഇത് അന്യമതസ്ഥര ഷിയാറല്ലേ? അന്യമതസ്ഥര ഷിയാറൊന്നല്ല. ഓല് തുണി എടുക്കണ്ടേ, നമുക്ക് തുണി കാക്കാൻ പറ്റോ? ഓല് വെളിച്ചം കത്തിക്കണ്ടേ, അത് വെളിച്ചം കത്തിക്കാക്കാൻ പറ്റോ? ഓല് കുപ്പായിടുണ്ട്, അത് കുപ്പായിടാക്കാൻ പറ്റോ എന്ന് മൂപ്പര് ചോദിക്കണേ. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ സാധനമാണ് ആന എന്ന് മൂപ്പര് അനുകൂലമായി ഫത്വ നൽകുന്നു. അങ്ങനെ എന്റെ പ്രിയമുള്ള സഹോദരികളെ, ഈ ഖൗമ് എത്തിയ രംഗമാണ് ഇപ്പോ നിങ്ങൾ കണ്ടത്. ആ അലവി സഖാഫി നൽകിയ ഫത്വയും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ചണ്ടമുട്ടനെ ഹറാമാണെന്ന് അല്ല ജായിസാണെന്ന അവസ്ഥയിൽ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ദുരിയായ അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട, വലിയ ചെണ്ട, അത് മുട്ടാ കുഴപ്പമില്ല, അത് ജായിസ് തന്നെയാണ്. പിന്നെന്താ അപ്പൊ പുസ്തകത്തിലുള്ള നിയമവും തമ്മിൽ എതിർപ്പില്ല. ഇടുമ്പോ വലിയ വിഷയം തന്നെയാണ്, ഇടുങ്ങൽ വലിയ വിഷയം തന്നെയാണ്. പറയുന്നത് അത് നിങ്ങൾക്ക് തീരായിട്ടാണ്. അടുത്ത ചോദിച്ചു വേറെന്താ മുട്ടൽ ആനക്കെന്താ കുഴപ്പം? ആന എന്ന് പറഞ്ഞ ഹറാമെന്ന് പറയുന്നുണ്ടോ? ഖുർആനിൽ പറയുന്നത് ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല ഇല്ല. വേറെന്താ? ഇത് മറ്റു മതസ്ഥരുടെ ഷിയാറുകളാണ്. അല്ല, ഷിയാറാണോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചിന്തിക്കാം. വേറെന്താ ആനല്ലേ പറഞ്ഞ് മറ്റു മതസ്ഥരുടെ ഷിയാറൊന്നല്ല. മറ്റു മതസ്ഥരുടെ ഷിയാർ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ തുണിയെടുക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് തുണിയെടുക്കാൻ പാടില്ലല്ലോ, കാര്യമൊക്കെ മുടുങ്ങല്ലോ. മറ്റു മതസ്ഥരെ കുപ്പാടിയുണ്ട്, നമുക്ക് കുപ്പാടാൻ പാടില്ല പറഞ്ഞാൽ അതുപോലെ പറഞ്ഞ് വെളിച്ചം കത്തിച്ചില്ല, നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റൊരു വശമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
തന്നെ ആന എന്ന് പറയുന്നത് ആനയുടെ കൊണ്ടുപോകുന്നതിന് ഹറാമൊന്നും ആവൂല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടുനടക്കൽ വലിയ പുണ്യാണെന്ന് നമുക്ക് വാദമില്ല. ഞാൻ അങ്ങനെ ആരും മനസ്സിലാക്കും വേണ്ട. അപ്പൊ അതിനകത്ത് അത് വലിയ പുണ്യകർമാണെന്ന് അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഒരു ആനനെ കൊണ്ടുവന്നു, ആന പുറത്ത് കിടന്ന് നടന്നു, യാത്ര ചെയ്തു, ഇസ്ലാമിൽ തെറ്റുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് മറ്റു കാരണങ്ങളാൽ തെറ്റാവും. അത് ആന മാത്രമല്ല, നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടാവും, അതിനൊക്കെ തന്നെ. അപ്പൊ അത് ആനക്കുള്ള മാത്രം പ്രത്യേകതല്ല. ബുദ്ധിമുട്ടും വിഷമവും എവിടെ വരുന്നുണ്ടോ അതെല്ലായിടത്തും വിഷമം വരും. അപ്പൊ അതനുസരിച്ച് ആനക്കും വരും, കുതിരക്കും വരും, വഹാബിക്കും വരും, എല്ലാവർക്കും വരും. അതുകൊണ്ട് മാത്രം ഇത് സംഗതി തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ആനക്കൊരു കുഴപ്പമില്ല. ആനക്കെന്താ കുഴപ്പം ഫത്വ. അതിലിടക്ക് മുമ്പ് നമുക്കൊരു വെപ്പ്. ഇപ്പൊ ഇടങ്ങേറുണ്ടാക്കുകയാണെങ്കിൽ ആനായാലും കുതിര ആയാലും വഹാബി ആണെങ്കിലും നമുക്കും പറയാം. ആനയാണെങ്കിലും കുതിരയാണെങ്കിലും കഴുതയാണെങ്കിലും സക്കാഫി ആണെങ്കിലും അങ്ങനെ പറയാലോ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെയാണെങ്കിൽ അതൊക്കെ അലമ്പ് തന്നെയാണ്. പക്ഷെ ഉപരി പറയണത് ആന കൊണ്ടുവന്നാൽ എന്തല്ല അത് കുഴപ്പമില്ല. അപ്പൊ അത് കണ്ടുകൊണ്ട് കൗമ എത്തിയ രംഗങ്ങൾ കണ്ടല്ലോ. ആന ഇളകി ആകെ ഇതായത്. ഇനി നേരത്തെ പറഞ്ഞ പേരോട് പറഞ്ഞ നിങ്ങൾ മറന്നുപോവോ? മറക്കണ്ട. അലബി സക്കാഫി പറഞ്ഞോ? മറക്കണ്ട. അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കണ്ടോളി. ആ രംഗം കൂടി കാണി. ആന മനുഷ്യരെ കൊല്ലുമ്പോ എന്ത് തോന്നിവാസം അക്ബർ ഇങ്ങനത്തെ തോന്നിവാസം എത്ര കാലമായി ഞങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. ഹാർട്ട് അറ്റാക്കിന്റെ അസുഖങ്ങളിലും ബേജാറായി പോകും. ചിലർക്ക് ഉറക്കൽ സ്വപ്നം കാണും. അതുകൊണ്ട് അങ്ങനത്തെ ഒന്നും ബേജാറുള്ളവരൊന്നും നോക്കണ്ട. പെണ്ണുങ്ങളും നോക്കണ്ട, കാരണം ബേജാറായി പോകും. പേരോട് ജവാബ് ഊപ്പര് ചോദ്യം. അപ്പൊ കൂട്ടരെ കൗമ പഠിത്തി നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ രേഖയില്ല. നിങ്ങൾ മുസ്ലിയാക്കന്മാരോട് ചോദിച്ചു നോക്കൂ, ഉസ്താദെ അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കൽ നിർബന്ധമുണ്ടോ? ഉസ്താദ് പറയില്ല. സുന്നത്തുണ്ടോ? ഇല്ല. പിന്നെന്താ അനുവദനീയാന്ന് പറയും അല്ലേ? നിങ്ങൾ ആലോചിക്കുക, അത് സങ്കല്പിക്കുക. ശരിയാണ്, നിർബന്ധമില്ല. അപ്പോ അത് ഒഴിവാക്കിയാൽ കൂലി നഷ്ടപ്പെടാനില്ല, സുന്നത്തുമില്ല, കൂലി നഷ്ടപ്പെടാനില്ല. അനുവദനീയമാണെന്നാണ് മുസ്ലിയാക്കന്മാർ പറയാ. എങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പരലോകത്ത് നമ്മൾ എത്തുമല്ലോ. ആ എത്തുന്ന സമയത്ത് ഇന്ന് മുസ്ലിയാക്കൾ പറഞ്ഞ അല്ലാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞത് അതാണ് ശരിയെന്ന് ബോധ്യമായാൽ ആ ഇസ്തിഗാഥ ചെയ്യാത്തതിന്റെ പേരിൽ അല്ലാഹ് ശിക്ഷിക്കുമോ? ഇല്ല. ഈ ഇരിക്കുന്ന ഏതെങ്കിലും മുജാഹിദീങ്ങൾ അല്ലാഹ് ശിക്ഷിക്കുമോ? ഇല്ല എന്ന് സുന്നിക്കും മുജാഹിദിനുമൊക്കെ 10,000 തവണ ഉറപ്പാണ്. എങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംവിധാനിച്ചിരിക്കുന്ന പരലോകത്ത് ഇന്ന് മുജാഹിദുകൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പറയുന്ന ഈ കാര്യമാണ് യാഥാർത്ഥ്യമെന്ന് ബോധ്യമാകുമ്പോ ശിർക്ക് മുഹീദ്ദീൻ ശൈഖിനോട് ഇസ്തിഗാഥ ചെയ്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗാഥ ചെയ്തത് ശിർക്കാണെന്ന് ബോധ്യമായാൽ സഹോദരങ്ങളെ, ആ യാഥാർത്ഥ്യം അവിടെ വെച്ച് ബോധ്യമാകുമ്പോ ദുനിയാവിലേക്ക് മടങ്ങി വന്നുകൊണ്ട് തിരുത്താൻ അവസരമുണ്ടോ നമ്മുടെ മുമ്പിൽ? ഇല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ അനുവദനീയമാണെന്ന് പറയാറുണ്ടെങ്കിൽ അനുവദനീയമാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അതിന്റെ പേരൊരു ശിക്ഷയും ആർക്കും കിട്ടാനില്ല. മുജാഹിദുൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പറയുന്നത് അത് ശിർക്കാണ് എന്നാണ്. ശിർക്ക് ചെയ്തവൻ ശാശ്വതമായി നരകത്തിലാണ് സഹോദരങ്ങളെ. അവന്റെ മുഴുവൻ അമലും ബാത്തിലാണ് സഹോദരങ്ങളെ. മറക്കരുത്. ഇനിയോ മൗലിദ് പോലെയുള്ള ബിദ്അത്തുകൾ കഴിച്ചാൽ, ആഘോഷിച്ചാൽ അവന്റെ അവസ്ഥ, അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവന് ഹൗദുൽ കൗസർ നിന്ന് വെള്ളം കുടിക്കാൻ സാധ്യമല്ല. സുഹഖൻ സുഹഖാ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ഞാൻ പഠിപ്പിച്ച മതത്തിൽ മാറ്റമുണ്ടാക്കിയ, തിരുത്തലുണ്ടാക്കിയ ആളുകൾക്ക് വിദൂരം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിന്റെ അരികിൽ നിന്ന് ആട്ടിയോടിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരങ്ങളെ, വാശി വെടിഞ്ഞ്, വക്കാണം വെടിഞ്ഞ്, വൈരാഗ്യം ഒഴിവാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കാൻ തയ്യാറാവണം. സത്യം ഇന്നതാണെന്ന് ബോധ്യമായ ശേഷം, ഹുദ ഇന്നതാണെന്ന് ബോധ്യമായ ശേഷം അല്ലാഹുവിന്റെ റസൂലിനെ ആരെങ്കിലും എതിർ പ്രവർത്തിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാർഗ്ഗത്തിൽ
മാർഗത്തിന് എതിർ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ ഏറ്റെടുത്ത് നാം അവന് വഹിപ്പിക്കും, അവൻ പോകുന്ന മാർഗത്തിൽ നാം അവൻ തിരിച്ചുവിടും. എന്നിട്ട് അല്ലാഹു പറയുന്നു വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിലേക്ക് കത്തിയിരിക്കുന്നതാണ്. വസാഅത് മസീറാ, വസാഅത് മസീറാ, വസാഅത് മസീറാ. എത്ര മോശമായ സങ്കേതമാണ് നരകം. സഹോദരങ്ങളെ, നമ്മുടെ സങ്കല്പങ്ങൾക്ക് സകല കണക്കുകൂട്ടലുകൾക്കും എത്രയോ അപ്പുറത്താണ് ആ നരകാഗ്നി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തെ ചെറിയ ചൂട് പോലും സഹിക്കാൻ നമുക്കാവതില്ല, അത് താങ്ങാനും തടുക്കാനും നമുക്ക് കഴിവില്ല. എങ്കിൽ അതിലേറെ എത്രയോ ഇരട്ടി വരുന്ന നരകാഗ്നി അതിഭീകരമാണ്, അല്ല ഏറ്റവും ഭീകരമാണ്. ആ നരകത്തിലാണ് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ, മുഹീദ്ദീൻ ശൈഖ് വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ, അങ്ങനെ ശിർക്ക് ചെയ്യുന്നവനെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോ, പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോ വാശി കൊണ്ട് വിദ്വേഷം കൊണ്ട് ഇനിയും ആ ശിർക്കിൽ തന്നെ, ആ തെറ്റായ വിശ്വാസത്തിൽ തന്നെ തുടരണ്ട, തൗബ ചെയ്യുക. നാദാ അറിയാതെ ചെയ്തു പോയതാണ്, ഉസ്താദുമാരെ വായിൽ കേട്ട് ചെയ്തു പോയതാണ്, മുസ്ലിയാക്കന്മാരെ പ്രസംഗം കേട്ട് ചെയ്തു പോയതാണ്. നാദാ പുറത്തുകൊണ്ട് പരലോകത്തേക്ക് ബാക്കി വെക്കല്ല, ആ ശിർക്കെന്നിൽ മായിച്ചുകൊണ്ട് നാളെ എന്റെ ഗ്രന്ഥം നൽകപ്പെടുമ്പോ ആ ഗ്രന്ഥത്തിൽ അതുണ്ടാകരുത് നാഥാ, പൊറുക്കണം നാഥാ എന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി റഹ്മാനായ റബ്ബിനോട് തൗബ ചെയ്യാൻ നാളേക്ക് മാറ്റിവെക്കേണ്ട പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, ഇന്നു തന്നെ ചെയ്യുക. മൗലിദ് പോലെ ബിദ്അത്ത് ചെയ്തു പോയോ, റബ്ബിനോട് തൗബ ചെയ്യുക. നാഥാ പുറത്തുകൊണ്ട് ബിദ്അത്ത് ചെയ്തവന് ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ സാധ്യമല്ലെന്ന് ഇന്നാണ് എനിക്ക് ബോധ്യമായത്. മൗലിദാഘോഷം ബിദ്അത്താണ് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. നാഥാ പുറത്തുകൊണ്ട് മാപ്പാക്ക് റബ്ബേ എന്ന് റഹ്മാനായ റബ്ബിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും മരണം വരെ അതിൽ അടിയുറച്ചു നിൽക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ വിശ്വാസികളായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ആശുപത്രികളും വീടുകളിലുമായി രോഗികളായ കുറെ ആളുകൾ കഴിയുന്നുണ്ട്. നമ്മോടൊപ്പം ഈ പരിപാടിയിൽ സംബന്ധിക്കേണ്ട എത്രയോ ആളുകൾ രോഗം തടസ്സമായി വീട്ടിലാണ്, ആശുപത്രിയിലാണ്. നാഥാ, അവരുടെ രോഗങ്ങളെ കുറിച്ച് കൃത്യമായി അറിയുന്നവൻ നീയാണ്. നീ ശിഫയാക്കണേ റഹ്മാനേ, ശിഫയാക്കണേ റഹ്മാനേ, يا كريم رحماني. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. തൗഹീദി പ്രബോധന രംഗത്ത് ഒരു ധീരമായ കൽവെപ്പ്. അൽബയാൻ മൾട്ടിമീഡിയ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, ഒരു KNM മേഖല ദഅവ സംരംഭം.